10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളുടെയും പാരൻസിൻ്റെയും ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ൽ ഫുൾ A+ കിട്ടുമോ ഫുൾ A1 കിട്ടുമോ എന്നുള്ളതല്ല. 10th ശേഷം +1 ഒരു സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള സ്കൂളിൽ ഏറ്റവും നല്ല സ്കൂളിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയൊക്കെ സയൻസിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കൊമേഴ്സിനൊക്കെ സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പേടി. കാരണം ഇന്ന് നമുക്കറിയാം ഫുൾ A+ കിട്ടിയിട്ടും കാര്യമില്ല. കാരണം 70,000 ആൾക്കൊക്കെയാണ് ഓരോ വർഷം ഫുൾ A+ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഗ്രേഡ് കിട്ടിയാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കിട്ടുമെന്ന് ഒരു ഉറപ്പില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ ആക്ച്വലി അതിനൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് വർഷങ്ങളായിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പല ആളുകൾക്കും ഇതറിയില്ല, പല കുട്ടികൾക്കും പല പാരൻസിനൊന്നും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 സീറ്റ് കിട്ടാത്ത ആളുകൾക്ക് +1 +2 പഠിക്കാം എന്നുള്ളത് മാത്രമല്ല. ആക്ച്വലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് JEE നീറ്റ് പോലുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് +2ൻ്റെ കൂടെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ആക്ച്വലി സ്കോൾ കേരള എന്ന് പറയുന്നത്. ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്ത, ആർക്കും അധികം അവയർനെസ് ഇല്ലാത്തൊരു ഓപ്ഷൻ കൂടിയാണ് സ്കോൾ കേരള. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം JEE നീറ്റൊക്കെ ഫസ്റ്റ് ചാൻസിൽ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നമ്മൾ ആഴ്ചയിൽ 6 ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള സമയം ഒരിക്കലും ഉണ്ടാവില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് കുട്ടികളൊക്കെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പോകുന്നത്. പല ആളുകളും നല്ല ഫീസ് കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലൊക്കെ പോകുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി +2ൻ്റെ കൂടെ തന്നെ JEE നീറ്റൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ് വഴി സീറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ ഗവൺമെൻറ് തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത് സ്കോൾ കേരള. അപ്പോൾ ഇത് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ കേരള എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇനിയെങ്കിലും 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന പാരൻസും കുട്ടികളും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത് ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസ്പെക്ടസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെ അതായത് SCERTയുടെ ഒരു പ്രത്യേക വിഭാഗമായി 1999 സ്ഥാപിതമായതാണ് സ്കോൾ കേരള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വകുപ്പിന് കീഴിൽ സർക്കാർ രൂപീകരിച്ച ആജീവനാന്ത വിദ്യാഭ്യാസ സ്വയം ഭരണ സംവിധാനമാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് സ്കോൾ കേരള എന്ന് പറയുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരള ഗവൺമെൻറ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അടക്കം ഓൾറെഡി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലുമായിട്ട് സമ്പർക്ക ക്ലാസ്സുകൾ, കോണ്ടാക്ട് ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് സ്കൂളുകൾ വഴി ഈ ഒരു സ്കീമിൽ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് അധിക പിന്തുണ സംവിധാനം എന്ത് ചെയ്തിട്ടുണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഫൈനലി 2024 മാർച്ചിലെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാനത്തെ 567 സ്കോൾ കേരള വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ 567 കുട്ടികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സ്കീമിലൂടെ +1 +2 കംപ്ലീറ്റ് ചെയ്തത്. ആ 567 ആളുകൾക്കും ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് ഗ്രേഡിനൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ വർഷത്തെ കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കുക, ഇതെന്തല്ല വെറും ഒരു ഓപ്പൺ സ്കൂൾ അല്ലത്. ഇത് നിങ്ങൾക്ക് ഒരു ഓപ്പൺ സ്കൂൾ കംപ്ലീറ്റ് ചെയ്തൊരു സർട്ടിഫിക്കറ്റ് അല്ല തരാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൽ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹയർ സെക്കൻഡറി ഓപ്പൺ റെഗുലർ കോഴ്സിനെ കുറിച്ചാണ്. വേറെയും 4-5 ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഇതിൽ അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു സ്കീമിനെ കുറിച്ചാണ്. ഹയർ സെക്കൻഡറിയുടെ ഓപ്പൺ റെഗുലർ കോഴ്സ് എന്താണ്? സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകളിലെ തെരഞ്ഞെടുത്ത കോമ്പിനേഷനുകളിൽ തുടർ പഠനത്തിന് അവസരം. സ്കൂളുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷനും ഇതിൽ നമുക്ക് പഠിക്കാൻ കഴിയില്ല. പക്ഷേ തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. +1 അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കും സയൻസ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ഇതിലൂടെ പഠിക്കാം. സയൻസ് വിത്ത് ബയോളജി നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും. സ്വയം പഠന സഹായികളും സെൽഫ് സ്റ്റഡിക്ക് വേണ്ട മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള പഠന കേന്ദ്രങ്ങൾ വഴി എന്തുണ്ടാകും, അവധി ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീക്കെൻഡിലും അതുപോലെ തന്നെ ഹോളിഡേയ്സിലൊക്കെ കോണ്ടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പോൾ തീരെ സ്കൂളിൽ പോകാത്ത കംപ്ലീറ്റ്ലി അവേ ഫ്രം സ്കൂൾ പ്രോഗ്രാം അല്ല ഇത്. കോണ്ടാക്ട് ക്ലാസ്സുകൾ ഉണ്ടാകും. അത് ആ ഗവൺമെൻറ് സ്കൂളുകൾ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അത് അവിടുത്തെ അവധി ദിവസങ്ങളിൽ അവിടുത്തെ തന്നെ ഗവൺമെൻറ് അധ്യാപകരാണ് ഇത് ലീഡ് ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി കോഴ്സ് ഓപ്പൺ റെഗുലറിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. സ്കോൾ കേരള മുഖേന നടത്തുന്ന ഹയർ സെക്കൻഡറി ഓപ്പൺ റെഗുലർ കോഴ്സിൽ പ്രാക്ടിക്കൽ, അടുത്ത ചോദ്യം ഇതാണ്. അപ്പോൾ സയൻസ് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ കോഴ്സ് എവിടെ നിന്ന് കിട്ടും? ഇതര വിഷയങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുന്നു. സംസ്ഥാന ഹയർ സെക്കൻഡറി റെഗുലർ കോഴ്സിന് സമാനമാണിത്. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങൾ സാധാരണ ഒരു സ്കൂളിൽ പോയിട്ട് +1 +2 കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണത്. സെയിം സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. റെഗുലർ കോഴ്സിന് സമാനമാണ്.
പ്രാക്ടിക്കൽസ് എല്ലാം ഈ പറയുന്ന കോണ്ടാക്ട് സ്കൂളുകളിൽ വെച്ച് നിങ്ങളെ പഠിപ്പിച്ചു തരും. ബാക്കി സബ്ജക്റ്റുകൾ, ലാംഗ്വേജുകളെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്നുണ്ടാകും, ക്ലാസ്സുകൾ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും. കോഴ്സിൻ്റെ ഉള്ളടക്കം, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ, മൂല്യനിർണ്ണയം, പൊതുപരീക്ഷ, സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം സമാനത പുലർത്തുന്നു. ബാക്കി +1 +2 കുട്ടികൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ എക്സാമുകൾ എഴുതും, അതുപോലെ തന്നെ പബ്ലിക് എക്സാം കംപ്ലീറ്റ് ചെയ്യും, നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങൾ വളരെ എളുപ്പം ഗ്രഹിക്കാനും സാധിക്കും വിധം ഹയർ സെക്കൻഡറി പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചിട്ടുള്ള സെൽഫ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. സോ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ സെൽഫ് സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോൺടാക്ട് ക്ലാസ്സുകളിൽ ചെന്നിട്ട് ടീച്ചേഴ്സിനുമായിട്ട് ഡൗട്ട് ക്ലിയറൻസ് നടത്താം. പിന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ തന്നെ നിങ്ങൾക്കറിയാം കേരള ഗവൺമെൻറ്റിൻ്റെ വിക്ടേഴ്സ് ചാനലുണ്ട്, അതിൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ബോർഡ് എക്സാമിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സ്കോൾ കേരള അനുവദിക്കുന്ന പഠന കേന്ദ്രങ്ങളിൽ അവധി ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമ്പർക്ക ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായും പങ്കെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒഴിവാക്കാൻ കഴിയില്ല. വീക്കെൻഡിലും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലൊക്കെ വരുന്ന കോണ്ടാക്ട് ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വയം പഠന സഹായികൾ, അത് സെൽഫ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോണ്ടാക്ട് ക്ലാസ്സുകൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പഠിക്കുന്ന ആ സ്കൂളിൽ നിങ്ങൾ പോകുന്ന കോണ്ടാക്ട് ക്ലാസ്സുകളുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ ഒരു കോണ്ടാക്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ തന്നെയാണ് കോണ്ടാക്ട് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. സമ്പർക്ക ക്ലാസ്സുകളിൽ 70% അറ്റൻഡൻസ് നിർബന്ധമാണ്. അപ്പോൾ ഈ കോണ്ടാക്ട് ക്ലാസ്സുകളിൽ ഒരു വർഷം ഉടനീളം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം 70% അറ്റൻഡൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു വളരെ റെഗുലേറ്റഡ് ആയിട്ട് ഗവൺമെൻറ് തന്നെ നേരിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ആളുകൾ കണ്ടക്ട് ചെയ്യുന്ന കോഴ്സാണിത്. വേറെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇതിൽ ഇല്ല. ഇനി നമുക്കിതിൻ്റെ ടൈം ഡ്യൂറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകൾക്ക് ലാബ് സൗകര്യം ഉണ്ടായിരിക്കും. ഓരോ വിഷയത്തിനും 30 മണിക്കൂർ ദൈർഘ്യം ഉള്ള സമ്പർക്ക ക്ലാസ്സുകളിൽ വിദ്യാർത്ഥിയെ സമഗ്രവും നിരന്തരവുമായിട്ടുള്ള മൂല്യനിർണ്ണയം ഉപാധികളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ 1-ാം വർഷം ഓരോ സബ്ജക്റ്റിനും 30 മണിക്കൂർ വീതമാണ് എന്തിനുണ്ടായിരിക്കുക, തിയറി ക്ലാസ്സുകളായിട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇല്ല. ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല. സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ, സോ ഫസ്റ്റ് ഇയറിൽ എല്ലാ സബ്ജക്റ്റിനും കോമൺ ആയിട്ടാണ് സ്റ്റഡി ഹവേഴ്സ് ഉള്ളത്. സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് 30 മണിക്കൂർ തിയറി പഠിക്കാനും അതുപോലെ 20 മണിക്കൂർ പ്രാക്ടിക്കലിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഉപയോഗിക്കും എന്നുള്ളതാണ് പറയുന്നത്. 2-ാം വർഷം പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് 30 മണിക്കൂർ വീതമാണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഒരു കോണ്ടാക്ട് ക്ലാസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ഓരോ വീക്കെൻഡിലായിട്ട് ഡിവൈഡ് ചെയ്ത് തരും. അത്രയും മണിക്കൂറുകൾ നിങ്ങൾ ആ സ്കൂളിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ മാത്രം പ്രാക്ടിക്കൽ പഠിച്ചാൽ മതി. എക്സാമൊക്കെ എല്ലാ കുട്ടികളെയും പോലെ തന്നെ കോമൺ ആയിട്ടാണ് നടക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി ഗ്രൂപ്പുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ റെഗുലർ കോഴ്സിന് തിരഞ്ഞെടുക്കുന്ന സബ്ജക്ട് കോമ്പിനേഷനുകൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ടാകും, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാകും. അത് മലയാളം മുതൽ ഒരുപാട് ലാംഗ്വേജുകളിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ് ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുള്ളത്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് ഇതിലൂടെ ചൂസ് ചെയ്യാം താല്പര്യമാണെന്നുണ്ടെങ്കിൽ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി, മാത്തമാറ്റിക്സും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ബയോളജി പഠിക്കാം, അല്ലെങ്കിൽ ബയോളജി ഇല്ലാതെ മാത്സും ഇല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബയോളജി ഇല്ലാതെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം. മാത്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്കോളജിയും പഠിക്കാം. ഇത്രയും കോമ്പിനേഷൻസ് മാത്രമേ സ്കോൾ കേരള വഴി കറൻ്റ്ലി എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് ഇതിൻ്റെ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ്. ബയോളജി സെലക്ട് ചെയ്യുന്ന കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ, ബയോളജിയുടെ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫീസ് 3850 രൂപയാണ്. 2 വർഷത്തേക്കുള്ള ഫീസാണ്. അതിൽ 1-ാം തവണയും 2-ാം തവണയും അടച്ചുകൊണ്ട് നമുക്ക് +1 +2 കംപ്ലീറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്തൊരു കുട്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് പൈസ കൊടുത്തിട്ട് മറ്റ് സ്കൂളുകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതുവഴിയാണെന്നുണ്ടെങ്കിൽ 3850 രൂപ ആകെ 2 വർഷത്തേക്കുള്ള സ്കൂൾ ഫീസ് വരുന്നുള്ളൂ. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 200 രൂപ കൂടെ കൂടും, 4050 ആകും. സൈക്കോളജി കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ 3850 രൂപ തന്നെയാണ് അടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഓപ്പൺ റെഗുലർ പ്രോഗ്രാമിൻ്റെ സ്കോൾ കേരളയുടെ ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളോട് ഫൈനലി പറയാനുള്ളത്. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് ചോദിച്ചാൽ, ഒന്ന്, +1 അലോട്ട്മെൻറ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകൾ കിട്ടിയിട്ടില്ല. കിട്ടിയ സ്കൂളാണെന്നുണ്ടെങ്കിൽ 30 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പോൾ ഒരുപാട് സമയമാണ് പോയി വരാനൊക്കെ. നിങ്ങൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും വളരെ പ്രഷ്യസ് ആണ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ
നിങ്ങൾ ആഗ്രഹിച്ച കോമ്പിനേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ കിട്ടാത്ത ആളുകൾക്ക് സ്കോൾ കേരള യൂസ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വീക്ക് ഡേയ്സ് മുഴുവൻ നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുകയാണ്. ആ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ JEE പോലുള്ള നീറ്റ് പോലുള്ള എക്സാംസിന് ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലൊക്കെയുള്ള കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ ഫുൾ ടൈം ആയിട്ട് JEEക്കും നീറ്റിനും വേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. വീക്കെൻഡിൽ മാത്രം സ്കൂളിൽ പോയാൽ മതി. ബാക്കി +1 +2 കുട്ടികളെ പോലെ തന്നെ നിങ്ങൾക്ക് കേരള സ്റ്റേറ്റിൻ്റെ +2 സർട്ടിഫിക്കറ്റുമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, ഇപ്പം ഹെൽത്ത് റീസൺസ് ആവാം, ഫാമിലി ഇഷ്യൂസ് ആവാം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് +1 +2 പഠിക്കാൻ കഴിയാത്തവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, 2-3 വർഷത്തെ ബ്രേക്ക് വന്നവർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ +1 +2 കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് സ്കോൾ കേരള എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ഒരു 1-2 മാസം കഴിയുന്ന സമയത്താണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതും ഇതിന് രജിസ്ട്രേഷൻ കിട്ടുന്നതൊക്കെ. ആൻഡ് ഇതിലുള്ള സ്കൂളുകൾ, ഏതൊക്കെ സ്കൂളുകളിലാണ് കോൺടാക്ട് ക്ലാസ് ഉണ്ടാവുക എന്നുള്ളതായിരിക്കും അടുത്ത ഡൗട്ട്. അതിൻ്റെ ഈ പ്രോസ്പെക്ടസിൽ തന്നെ അവസാനത്തെ സെക്ഷനിൽ ഓരോ ജില്ലയിലും ഉള്ള ഗവൺമെൻറ് സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയിലുള്ള സ്കൂളുകൾ നോക്കുക. ആ സ്കൂളുകളിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോൺടാക്ട് ക്ലാസ്സിന് നിങ്ങൾക്ക് അവസരം കിട്ടുക. അപ്പോൾ മലപ്പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കൂളുണ്ട്, കോഴിക്കോട് ഒരുപാട് സ്കൂളുകളുണ്ട്. എല്ലാ ജില്ലകളിലുള്ള സ്കൂളുകളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് അധികാരികൾ അറിയില്ല, ഒരു പ്രശ്നമില്ല. അതായത് ആക്ച്വലി ഗവൺമെൻറ് നേരിട്ട് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട്, സ്കൂളിൽ പോയി +1 +2 കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ സമാനമായിട്ടുള്ള ഇവാലുവേഷൻ, പബ്ലിക് എക്സാം, സർട്ടിഫിക്കറ്റ് എല്ലാം ഒരുപോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 10 കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് +1ലേക്ക് JEEയുടെ ഓൺലൈൻ കോച്ചിങ് നടത്തുന്നുണ്ട്. XNY യൂണിവേഴ്സൽ ടാർഗറ്റ് JEE പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, IITians ഒക്കെ ലീഡ് ചെയ്യുന്ന പ്രോപ്പർ JEE ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. JEEയുടെ എക്സാക്ട് സ്പീഡ്, ആ ഒരു എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയിലും സ്പീഡിലുമായിരിക്കും ആ പ്രോഗ്രാം പോവുക. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്കോൾ കേരളയിൽ +1 ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഓൾറെഡി കഴിഞ്ഞ 3 മാസം കൊണ്ട്, നമ്മുടെ ഈ വർഷത്തെ +1 ബാച്ചിന് 3 മാസം കൊണ്ട് +1ൻ്റെ 50% സിലബസാണ് നമ്മൾ JEE സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. JEE ലെവലിലുള്ള ക്വസ്റ്റ്യൻസും എക്സാംസും നടത്തിക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള +1 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു JEE പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സ്കോളർഷിപ്പ് കം സ്ക്രീനിങ് ടെസ്റ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. XIQ എന്നാണ് അതിൻ്റെ പേര്. 2024-25 നമ്മൾ നടത്തുകയാണ്. 2027 JEE കംപ്ലീറ്റ് ചെയ്യുന്ന, ഇപ്പോൾ 10ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. XNY IIT ക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് സെപ്റ്റംബർ 22 ഞായറാഴ്ചയാണ്. സോ നിങ്ങൾ 10ൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് JEE ക്രാക്ക് ചെയ്തുകൊണ്ട് IITയിലും NITയിലൊക്കെ പോയി പഠിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം എഴുതുക. ഞാനടക്കം ഉള്ള ടീം ഓഫ് IITiansൻ്റെയും NITiansൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആക്ച്വൽ JEE എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ എക്സാം ആയിരിക്കും ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ്. 90 മിനിറ്റ്സിൻ്റെ എക്സാമാണ്. ഈ സെപ്റ്റംബർ 22 രാവിലെ 8 മുതൽ 12 വരെയാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള വിൻഡോ ഉണ്ടായിരിക്കാം. 1.5 മണിക്കൂറിൻ്റെ എക്സാം ഇതിനുള്ളിൽ എഴുതി തീർക്കണം. എക്സാം സിലബസ് നിങ്ങൾ 9ത്തിലും 10ത്തിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. അതുപോലെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അന്ന് തന്നെ രാത്രി 8 മണിക്ക് റിസൾട്ട് അനൗൺസ്മെൻറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് XIQൻ്റെ ഡീറ്റെയിൽസ്. കൂടുതൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ പോയി കാണുക. സ്കോൾ കേരളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ തന്നെ 10ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ലക്ഷ്യങ്ങളുള്ള, അല്ലെങ്കിൽ ഇതിന് താല്പര്യപ്പെടാൻ സാധ്യതയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ ഒരു ചാനലിൽ ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കും.